ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ സ്വതന്ത്ര വ്യാപാരത്തിനുള്ള കരാർ ഒപ്പുവെച്ചു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. 3 വർഷത്തിലധികം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് കരാർ യാഥാർത്ഥ്യമാകുന്നത്. കരാർ 1 വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്തായാലും നരേന്ദ്രമോദിയും സ്റ്റാമറും കരാറിൽ ഒപ്പിട്ടു. കരാർ 1 വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരും. 3 വർഷത്തെ ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. വലിയ തരത്തിൽ ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. രാജ്യത്തെ സംബന്ധിച്ച് ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് വരുന്നത്. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദിയും സ്റ്റാമറും ഈ കരാറിൽ ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നു. 1 വർഷത്തിനുള്ളിൽ കരാർ പ്രാബല്യത്തിൽ വരും അത് എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങളുമായി അനുപമ ശ്രീദേവിയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. അനുപമ, ഏറെ കാത്തിരുന്ന ഒരു കരാറാണ്, അതാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വരുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ ലോക നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായിട്ടും അത് ഈ രണ്ട് ഭാഗത്തിന്റെ ഒരുപാട് വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്, നാഴികക്കല്ലെന്ന് പറയാവുന്നതാണ് ഈ ഒരു വ്യാപാര കരാർ. 10 വർഷത്തിനിടെ തന്നെ ഒരു വികസിത രാജ്യവുമായിട്ട് ഇന്ത്യ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഒരു ഫ്രീ ട്രേഡിംഗ് കരാറാണിത്, ഉഭയകക്ഷി കരാറാണിത്. 2030 ആവുമ്പോഴേക്കും നമ്മുടെ UKയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര മൂല്യം ഏകദേശം $120 ബില്യൺ ഉയർത്തുന്നത്. അതായത് ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ ഏകദേശം ഇരട്ടിപ്പിക്കുന്ന നിലയിൽ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു കരാറിനാണ് ഇപ്പോൾ ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇന്ത്യയും UKയും ഒപ്പുവെച്ചിരിക്കുന്നത്. മെയ് മാസത്തിൽ തന്നെ ഈ കരാർ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിരുന്നു. 3 വർഷത്തോളം ഇതില് നിർത്തിയും തുടർന്നുമെന്ന് ഏറെ നിർണായകമായിട്ടുള്ള വിവരം തന്നെയാണ്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ സ്വതന്ത്ര വ്യാപാരത്തിനുള്ള കരാർ ഒപ്പുവെച്ചിരിക്കുന്നു എന്നുള്ളത്. 3 വർഷത്തിലധികം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ കരാർ യാഥാർത്ഥ്യമാകുന്നത്. കരാർ 1 വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരും എന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലണ്ടനിലാണ്. ഈ ഒരു അവസരത്തിലാണ് ഈ വിവരം കൂടി പുറത്തേക്ക് വരുന്നത്. അനുപമ ശ്രീദേവിയാണ് ആ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അനുപമ,